الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളോടേറെ അടുത്തു നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വേദനകൾ അറിയാൻ, നമ്മളുടെ മനസ്സിന്റെ സങ്കടങ്ങൾ അറിയാൻ, ഏത് സമയവും നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹു സന്നദ്ധനാണ്. അവനെപ്പോലെ കേൾക്കുന്നവരാരുമില്ല. അവനെല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം കേൾക്കുന്ന സമീആണ്. നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ് നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോൾ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഏതൊരു സങ്കടങ്ങളും അവന്റെ അടിമക്ക് അവനോട് അവതരിപ്പിക്കാവുന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തീർത്ത് നമ്മളോട് പറയുന്ന ഒരു വിഷയമുണ്ട്. സൂറത്ത് ബഖറയിലെ 186 ആയത്ത്. റസൂലേ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെക്കുറിച്ച് എന്റെ അടിമ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയേണ്ടത് അല്ലാഹു വളരെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. വിളിക്കുന്നവർ എന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക്, പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകുന്ന. അതുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ. നമ്മൾ പലപ്പോഴും വിചാരിക്കലുണ്ട്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നിട്ടൊന്നും അതിന് യഥാസമയത്ത് ഉത്തരങ്ങൾ കിട്ടണില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാൽ ഒരു രീതിയിലാണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നത്. ഒന്നുകിൽ ചോദിക്കണ കാര്യം നേർക്ക് നേരെ പടച്ചോ നമുക്ക് തരും, അതല്ലെങ്കിൽ മറ്റൊരു വിപത്തിനെ തടുത്തിട്ടായിരിക്കാം അള്ളാഹു താല ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം നൽകാം. നമ്മൾ ബാധിച്ചൊരു രോഗം മാറ്റിത്തരാനായിരിക്കാം അള്ളാഹിനോട് ചോദിച്ചത്. പക്ഷെ അള്ളാഹു നമുക്ക് കണക്കാക്കി അതിനേക്കാൾ വലിയൊരു രോഗത്തെ തടച്ചിട്ടോ ഒരു ആക്സിഡന്റിനെ തടുച്ചിട്ടോ ആ രൂപത്തിലായിരിക്കാം അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുക. അതല്ലെങ്കിൽ അയ്യദ്ഖിറഹു ഇലൽ ആഖിറ, പരലോകത്തിലേക്ക് അള്ളാഹ് അതിനെ മാറ്റിവെച്ചിട്ടായിരിക്കാം
അള്ളാഹു ഉത്തരം നൽകുന്ന. ഇത് കേട്ടപ്പോ സഹാബത്ത് പറഞ്ഞു, ഇതെന്നെ ഖുസൂർ, എങ്കിൽ ഞങ്ങൾ അധികരിച്ച് അള്ളഹാനോട് പറയുന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു അക്സർ, അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരുന്ന. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തു ചോദിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിമകൾക്ക് ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞ കുറച്ച് ദുആകളുണ്ട്. അത് ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതകളാണ്. ഒരുപക്ഷെ എന്റെ വായിൽ നിന്നോ നിങ്ങളുടെയൊക്കെ വായിൽ നിന്നോ അറിയാതെ അത്തരം പ്രയോഗങ്ങൾ ചിലപ്പോൾ കടന്നു വന്നേക്കാം. മനുഷ്യ സഹജമാണ്. അതിനെ തിരുത്തപ്പെടാനും ചിന്തിക്കാനും പ്രമാണങ്ങളുടെ മേഖലകളിൽ നിന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുതേ എന്ന് ഇസ്ലാം പഠിപ്പിച്ച ചില വിഷയങ്ങളാണ് പറയുന്നത്. കാരണങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇസ്തിആസ അള്ളാഹിനോട് മാത്രമേ പറ്റൂ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ പാടില്ല. തവസ്സുൽ, അതും അള്ളാഹ് അനുവദിച്ചതല്ലാത്ത മാർഗത്തിൽ ഒരിക്കലും അള്ളാഹുവിലേക്ക് തവസ്സുൽ വരാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പ്രാർത്ഥനയുടെ മാനദണ്ഡമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി ഹദീസുകളിലൂടെ കാണാം, സ്വന്തത്തിനെതിരെ നമ്മൾ ഒരിക്കലും അള്ളാഹിനോട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. അതായത് നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം, ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. നമ്മളൊക്കെ പറയും, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, എന്നൊന്ന് മരിപ്പിക്കണേ, എനിക്കിവിടെ ജീവിക്കണ്ട എന്ന രൂപത്തിലൂടെയുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ആരും മരണത്തിനെ ആഗ്രഹിക്കരുത്, മരണത്തിനെ കൊതിക്കരുത് എന്നാണ്. ഒന്നിനു പിറകെ ഒന്നൊന്നായി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലൂടെ കടന്നു വന്ന മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അനുഭവിച്ചത്, ഇസ്ലാമിന് വേണ്ടി അനുഭവിച്ചത് ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അതിന്റെ മേലെ നങ്കൂരമിടാം. നമ്മളൊക്കെ സാധാരണ പ്രബോധന മേഖലയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന നമുക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ മേലെ, ദഅവാ രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ മേലെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കുറെ പരീക്ഷണങ്ങൾ വന്നാൽ ആളുകളൊക്കെ നമ്മളെ വല്ലാതെ അറ്റാക്ക് ചെയ്യും. നീ അത് വിശ്വസിച്ചതിന്റെ പേരിലാണ്, നീ അത് പറഞ്ഞതിന്റെ പേരിലാണ്. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി. കാരണം നിസ്സാരല്ല ഖബ്ബാബ്, അനുഭവിച്ചു പോയ ത്യാഗങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, അദ്ദേഹത്തിന്റെ കരിമ്പടത്തെ മാറ്റുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പഴിപ്പിച്ചതിന്റെ കുഴികൾ പോലെയുള്ള അടയാളങ്ങൾ എന്ത് പറ്റി ഖബ്ബാബ്? എന്റെ യജമാനൻ ഒരു കൊല്ലപ്പണിക്കാരനാണ്, അദ്ദേഹത്തിന്റെ ആലയിൽ കല്ല് പഴിപ്പിച്ച് അതിന്റെ മേലെ മലർത്തിക്കിടത്തി എന്നെ വലിച്ചതിന്റെ അടയാളങ്ങളാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നിനു പിറകെ ഒന്നൊന്നായ പരീക്ഷണങ്ങളിൽ അദ്ദേഹം പറയാണ്, ലൗലാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാനാ അൻ നദ്ഉ ബിൽ മൗത്ത്, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാന്റെ മുത്തുനബി നമ്മളോട് വിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ലദഉതു ബിൽ മൗത്ത്, മരണത്തിന് വേണ്ടി ഞാൻ അള്ളാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അള്ളാന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞ എന്താ, ഈ വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കണേന്ന് ഞാൻ അള്ളഹാനോട് പറയുമായിരുന്നു. ഇനി മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാദ് സാലിഹിലെ ഹദീസിൽ നമുക്ക് കാണാം, അങ്ങനെ ഒരാൾക്ക് വലിയ പ്രയാസം വന്നു, ഇനി മരിക്കല്ലാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയിൽ മാനസികമായി പ്രയാസങ്ങൾ വന്നു. നമ്മൾ ഒരുപക്ഷെ വീട്ടിലൊരു നിത്യരോഗിയായി കിടക്കുന്ന സാഹചര്യങ്ങൾ വരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറ്റുള്ളവർ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തന്ന് അവരുടെ വാക്കിലെ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകേണ്ടി വരുമ്പോ, ഇങ്ങനെ കിടന്നിട്ടെന്താന്നൊക്കെ ചിന്തിക്കുമ്പോഴും എന്നെ മരിപ്പിക്കണേന്ന് അപ്പോഴും അള്ളഹാനോട് പറയരുത്. മുത്തുനബി പറയാൻ, അങ്ങനത്തെ നിർബന്ധിത സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തകൾ വരുമ്പോ, അല്ലാഹുമ്മ അഹീനീ മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനീ മാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, അല്ലാഹുവേ ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ്, മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ പടച്ചവനോട് പറയാം. അല്ലാതെ, കാരണം നമുക്കാർക്കും അറിയില്ല, ഒരു ഇരുട്ടിനൊരു പുലരിയുണ്ട്. വിഷമങ്ങൾക്ക്
അതിനൊരു ആശ്വാസമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അത് അല്ലാഹു പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ വിഷമതകൾക്കും പരിഹാരം ഉണ്ടാവും പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ അല്ലാഹു പരലോകത്ത് തരും, അല്ലാഹു പരലോകത്ത് തരും. നമ്മൾ നിരാശ അടയേണ്ടവരല്ലല്ലോ. തീരെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചുക്കിച്ചൊളിഞ്ഞു പോയ സക്കരിയ അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ കൊണ്ടുവന്നോനാ റബ്ബ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് പറയരുത്, അള്ളാഹിനോട് മരിപ്പിക്കണമെന്നും പറയരുത്, ഈ ജീവിതം തീർത്തേക്കണമെന്ന് പറയരുത്. പറയാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ്. പഠിച്ചോനെ, നിനക്കറിയാലോ എന്റെ ഖൈർ ജീവിതമാണ്, ഖൈറെങ്കിൽ ജീവിപ്പിക്കണേ. മരണമാണ്, ഖൈറെങ്കിൽ മരിപ്പിക്കണേ. ഇനി രണ്ടാമത്തെ വിഷയം, നമ്മളൊക്കെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കണവരാണ്. നമുക്കറിയാം മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട്. നമ്മളിവിടെ സംഭവിച്ചു പോയ തിന്മകള് മറ്റുള്ളവരെക്കാൾ കൂടി നമുക്കറിയാലോ. ഞാൻ എന്ത് ചെയ്തു എന്നറിയാം. ഈമാനുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പ്രാർത്ഥന വരുന്നെന്നറിയോ, പരലോകത്തൊക്കെ എന്തായാലും മാറ്റിവെക്കല്ലേ പഠിച്ചോനെ, അനുഭവിപ്പിക്കാനുള്ളതൊക്കെ ദുനിയാവിൽ അനുഭവിപ്പിക്കണേന്ന് പറയാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കണ ഈമാന്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പോ തെറ്റ് സംഭവിക്കാത്ത ഒരാരുമില്ലല്ലോ. കുല്ലിബിനി ആദം ഖത്ത, ആദം സന്തതികളിൽ പാപങ്ങൾ ഉണ്ടാവാം. പക്ഷേ പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതാണ്, തിരിച്ചു കയറി വരിക എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ പറയാൻ പഠിച്ചവൻ എന്തെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന്റെ കാരണത്താലാണെങ്കിൽ എന്നെ പരലോകത്ത് അനുഭവിപ്പിക്കല്ലേ, ദുനിയാവിൽ എന്നെ അനുഭവിപ്പിക്കണേന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. തുടരെ തുടരെ ഇങ്ങനെ പ്രയാസങ്ങൾ തന്നെ കടന്നു വന്നൊരു വ്യക്തി, ആ മനുഷ്യൻ ഇങ്ങനെ തളർന്നു വീഴുകയാണ്. തളർന്നു വീണുപോയി ആ മനുഷ്യന്. അള്ളാന്റെ മുത്തുനബി ആ മനുഷ്യന്റെ ചാരത്ത് കടന്നു വന്ന് ചോദിക്കുകയാണ്, ഹൽ കുൻത ദഅവതല്ലാഹ ബിശൈഇ, എന്തെങ്കിലും നീ അള്ളാനോട് പ്രാർത്ഥിച്ചിരുന്നുവോ? നീ അള്ളാനോട് എന്തെങ്കിലും ദുആ ചെയ്തിരുന്നുവോ? ആ മനുഷ്യൻ പറഞ്ഞു, നഅം കുൻതു അഖൂൽ, അതേ റസൂലേ, ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്നെ പരലോകത്തേക്ക് ഒന്നും നീ മാറ്റിവെക്കല്ല അല്ലാ, പരലോകത്ത് ഞാൻ അനുഭവിക്കാനുള്ള അദാബ് ദുനിയാവിൽ എനിക്ക് തരണേ അല്ലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അങ്ങനെ നീ പറഞ്ഞു പോകല്ലേ. അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ ഹസനത്ത് തരണേ അല്ലാ, ആഖിറത്തിൽ ഹസനത്ത് തരണേ അല്ലാ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. പരലോകത്തിന് പകരം ദുനിയാവിൽ തരണേന്നല്ല, ദുനിയാവിൽ ഹസനത്ത് തരണേ അല്ലാ. റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കൂടുതൽ അതായിരുന്നു. കാന അക്സറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ റബ്ബനാ ആതിനാ എന്ന് കാണാം. തവാഫിലെ മഖാം ഇബ്രാഹിമിന്റെ അവിടുന്ന് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ പ്രാർത്ഥിക്കാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. ഈ ഹദീസിൽ പറഞ്ഞു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഹസനത്ത് തരണേ. നമുക്കൊരിക്കലും അള്ളാഹു പരലോകത്ത് തരാനിരിക്കുന്ന അദാബ് താങ്ങാൻ ദുനിയാവിടെ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യന് വേണ്ടി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ. ഒരിക്കലും പരലോകത്തേക്ക് തരാനുള്ളതിന് പകരം ഇവിടെ തരണേ, ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കുടുംബത്തിനെതിരെ, നമ്മളുടെ മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കരുത്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ മക്കൾ വന്നില്ല എന്ന് വരാം. നമ്മൾ പറഞ്ഞതിനെതിരെ അപ്പൊ നമ്മൾ പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, നീ ഒരിക്കലും നന്നാവില്ലടാ, ഇവനെ നീ അനുഭവിപ്പിക്കണേ പഠിച്ചോണേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ഉത്തരം കിട്ടണ പ്രാർത്ഥനകളുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചൊക്കെ, നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കണത് ആരായിരിക്കും എന്നറിയും? നമ്മുടെ ഉമ്മയിരിക്കും, നമ്മുടെ വാപ്പയിരിക്കും. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കിട്ടുക എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. രണ്ട് ഹദീസുകളെ ചേർത്ത് നമ്മൾ പഠിക്കണം. ഒന്ന്, അള്ളാഹു ഉത്തരം നൽകണ പ്രാർത്ഥനയിൽ രണ്ട് മേഖല പറഞ്ഞു. ഒന്നെന്തറിയോ?
ദഅവത്തുൽ വാലിദി അലാ വലദി. പേരന്റിന്റെ പ്രാർത്ഥന ആർക്കെതിരെ? മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് സ്വീകരിക്കും. മറ്റൊരു ഹദീസ് പറയാ ദഅവത്തുൽ വാലിദി ലിവലദി, അവന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അല്ലാഹ് കേൾക്കുന്നതാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്കെതിരെ അല്ലാഹുവിനോട് പറയുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ ഇജാബത്ത് കടന്നു വന്നാൽ നാളെ തണലാകേണ്ട മക്കള്, നാളെ നമുക്ക് ആഖിറത്തിൽ പുണ്യം കിട്ടേണ്ട മക്കള് ഒരു കാലത്തും ഉപകരിക്കാത്ത അവസ്ഥയിലേക്ക് വരൂലേ? നേരെ മറിച്ച് അല്ലാഹുവേ സൽബുദ്ധി കൊടുക്കണേയല്ല, നല്ല ബുദ്ധി കൊടുക്കണേയല്ല, ഹിദായത്ത് കൊടുക്കണേയല്ല എന്നല്ലാഹുവിനോട് ഖൈറായി പ്രാർത്ഥിക്കുമ്പോ ഉമ്മമാരെ, വാപ്പമാരെ, നമ്മളുടെ പ്രാർത്ഥന അള്ളാന്റെ അടുക്കൽ ഇജാബത്തുള്ളതാണ്, ഉത്തരവുള്ളതാണ്. ഒരിക്കലും മക്കൾക്കെതിരെ, കുടുംബത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കാം, ഖൈറായ രീതിയിലൂടെ പ്രാർത്ഥിക്കാം. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് താങ്ങാൻ വയ്യാത്ത പ്രയാസങ്ങൾ വന്നാലും നമ്മളൊക്കെ പഠിച്ചതല്ലേ ഏതൊരു പ്രാർത്ഥന പോലും. പൂർവിക ഉമ്മത്തിൽ സാഹിബ് ജുറൈജിന്റെ വിഷയം പറയുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അത്രയും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ ഉമ്മാന്റെ വിളിക്കൊരു ഉത്തരം നൽകാത്തതിന്റെ പേരിൽ 3 വട്ടം ഉമ്മ വിളിച്ചപ്പോഴും ആ 3 നിസ്കാരത്തിലാണ് മലയുടെ മുകളിൽ. അവസാനം ഉമ്മ പ്രാർത്ഥിച്ചു, ദുർവൃത്തകളുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ എന്റെ മോനെ മരിപ്പിക്കല്ലേ. അയാളെ വ്യഭിചരിക്കാതിരുന്നിട്ട് പോലും ഒരു വേശ്യ അവരുടെ പേരിൽ ആരോപണം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ ഒരു പ്രതി എന്ന രൂപത്തിൽ കുറച്ചു നേരമെങ്കിലും അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്, അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ചില പദങ്ങളൊക്കെ നമ്മുടെ മക്കളിങ്ങനെ കുരുത്തക്കേട് കാണിക്കുമ്പോ, ദേഷ്യം കാണിക്കുമ്പോ പറയും. ലോകത്തുനിന്ന് അല്ലാഹ് സമ്മാനിച്ച ഒരുപാട് പണ്ഡിത കുലപതികൾ എടുത്തു നോക്കി. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയുടെ അനന്തരഫലം, ഉമ്മാക്ക് വേണ്ടി വെള്ളം കൊണ്ടൊരു മകൻ കണ്ണുമിഴിക്കോളം കാത്തുന്നപ്പോ കണ്ണുമിഴിച്ച ഉമ്മ ആ മകന്റെ ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കാണ്. ഇന്ന് ഹറമുകളുടെ ചീഫ് ഇമാം സുദൈസ്, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് ഉമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കുട്ടികളെ കാണിക്കുന്ന കുറുമ്പിങ്ങനെ കാണിക്കുമ്പോ ഇവനെ ഹറമുകളുടെ ഇമാമാക്കണേന്ന് ഉമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെ എത്രയെത്ര ഈ അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ മഹാ സൗദി അറേബ്യയുടെ പണ്ഡിത കുലപതിയായിരുന്ന, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അവിടത്തെ നേതാക്കന്മാർ നമ്മളെടുത്ത് പരിശോധിച്ചൊക്കെ ഇരുട്ടിന്റെ മറവിൽ ആ കണ്ണ് കാണാത്ത മകനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ആ ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങളും പ്രാർത്ഥനകളുടെ ഫലം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എതിര് പ്രാർത്ഥിക്കാതിരിക്കാം. 4ാമത്തെ വിഷയം, സ്വന്തം സമ്പത്തിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളുടെ സമ്പത്തിനെതിരെ വളരെ സാമ്പത്തികമായിട്ട് പരീക്ഷണങ്ങൾ പല രൂപത്തിലും പല ആളുകൾക്കും കടന്നു വന്നേക്കാം, വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു കച്ചവടം കുറെ തുടങ്ങി, ഒരു കച്ചവടം വിജയിച്ചില്ല, അടുത്ത കച്ചവടത്തിൽ പോയി അവിടെ വിജയിച്ചില്ല, അവസാനം വേറൊരു കച്ചവടം തുടങ്ങി, അങ്ങനെ ദേഷ്യം വന്നൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയും അതങ്ങനെ അങ്ങനെ നശിച്ച് കുത്തുപാലെടുത്ത് പോട്ടെ. നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പ്രയോഗം നമ്മൾ നടത്തും അല്ലേ, പിന്നെ അതൊക്കെ അങ്ങോട്ട് നശിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. ഇനി അള്ളാഹു ചില നിയമത്തെ നമ്മുടെ കയ്യിൽ പണമൊക്കെ വന്ന് വീട്ടിലൊരു പക്ഷേ ഒരു ദിവസം 2-3 പിരിവാരൊക്കെ വരുമ്പോ പൈസ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു, ആ രൂപത്തിലൊക്കെ നമ്മൾ പറയും. ഒരിക്കലും നമ്മളുടെ സമ്പത്തിനെതിരെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാ, ശപിച്ച് സംസാരിക്കാൻ പാടില്ല. നിങ്ങളിതൊക്കെ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലേക്കാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ കൂടെ സഹാബത്തിന്റെ ഒരു യാത്രയിൽ എല്ലാവർക്കും അവരുടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ കുറച്ച് ശേഷി കുറഞ്ഞ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ആ ഒട്ടകത്തിനെതിരെ പറയാൻ ഇതൊരു ശാപം പിടിച്ച ഒട്ടകാണ്, ശാപം പിടിച്ച വാഹനമൃഗമാണ് എന്ന് പറയുമ്പോൾ മുത്തറസൂൽ ചോദിക്കുകയാണ്, മൻഹാദല്ലാഹിനു ബൈറാ, ആ ഒട്ടകത്തിന് ശാപം പറഞ്ഞ മനുഷ്യനാരാണ്? ആ ഒട്ടകത്തിന് ശാപം പറഞ്ഞ മനുഷ്യനാരാണ്? അയാൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, അതിന് ശാപം പറഞ്ഞവൻ ഞാനാണ്. മുത്തുനബി പറയാണ്, അൻസില്ലൻ, അതിൽ നിന്ന് താഴെ ഇറങ്ങ്, ആ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങ്, ഫലാ തുസ്ഹബ്നാ യംലഊൻ, ശപിക്കുന്നവര് നമ്മളെ കൂടെ കൂടണ്ട,
യാത്രയിൽ താഴെ എന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലാ തദഉ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കല്ലേ. വലാ തദഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെയും അല്ലാഹുവോട് പ്രാർത്ഥിക്കല്ലേ. വലാ തദഉ അലാ അംവാലിക്കും, നിങ്ങളുടെ പണത്തിനെതിരെയും നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യല്ലേ. ലാ തുവാഫിഖു മിനല്ലാഹി സാഅ യുസ്അലു ഫീഹാ അതാ ഫയസ്തജീബു ലക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന സമയം അതിനോട് യോജിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന, എന്റെ ഈ കച്ചവടം കുത്തുപാലെടുക്കട്ടെ നമ്മൾ പറയുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രാർത്ഥന ഇജാബത്ത് നൽകുന്ന സമയം അതിനോട് യോജിച്ചാൽ അല്ലാഹു അതിനുത്തരം നൽകുന്ന. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകള് നമ്മളൊക്കെ ഉണ്ട്. നമ്മളെ കയ്യിലൊക്കെ വാഹനം ഉണ്ടാവും, ഒരുപക്ഷെ ഇത് മനുഷ്യനിർമ്മിതാണല്ലോ. നമ്മൾ വിചാരിച്ച സമയത്ത് ചിലപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ട് ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെ സാമ്പത്തിക ശേഷിക്ക് പറ്റി നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. നമ്മള് നഷ്ടവാഹനം നമ്മൾ പറയാൻ പാടില്ലേ, അള്ളാഹു തന്നെ നിഅമത്താണ്. അതും ഇല്ലാത്ത ആൾക്കാർ നടന്ന് യാത്ര ചെയ്യണില്ലേ, വളരെ ത്യാഗങ്ങൾ അനുഭവിച്ച് യാത്ര ചെയ്യണില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഒരിക്കലും നമ്മളുടെ വാഹനത്തിനെതിരെ അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിനെതിരെ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി. ഒരുപക്ഷെ ജീവിതത്തിന്റെ ചാബല്യങ്ങളായിരിക്കാം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ സാമ്പത്തികമായി കുറച്ചൊരു ക്രൈസിസ് ഒക്കെ വരുമ്പോ ഒരു ലോൺ എടുത്ത് കളയാം. അല്ലാഹു അങ്ങനത്തെ ചിന്തകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കാരണം ഒന്ന് പിടിച്ചു നിന്നാലേ പടച്ചോന് വഴി തരും, അല്ലാഹു വഴി തരും. കാരണം എന്താ പറയാ, എന്റെ ഏറ്റവും താഴെത്തട്ട് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യാണ്. അത്ര മാരകമായ വിഷയം. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളിങ്ങനെ വിചാരിക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് പടച്ചോനെ എനിക്ക് ലോണ് ശരിയാക്കി തരണേ, എനിക്ക് ആ ലോണ് ശരിയാക്കി തരണേ. പ്രാർത്ഥിക്കാൻ പാടില്ല, തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും തിന്മകൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത്. കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കല്യാണത്തിന് സൽക്കാരത്തിന് വേണ്ടി പോവാൻ, നമുക്കറിയാം നമ്മുടെ ജ്യേഷ്ഠന് ഒരു പക്ഷെ അവിടെ ഉണ്ടാവാം, അനിയൻ അവിടെ ഉണ്ടാവും. അനിയനായിട്ട് അത്ര വലിയ സുഖത്തിലല്ല, അവനവിടെ വരാതിരുന്നാൽ മതിയായിരുന്നു. അവനോട് വരാൻ തോന്നിക്കല്ലേ. നമ്മൾ പ്രാർത്ഥിക്കരുത്. ഇതാ ഈ പള്ളിയിൽ ജുമാക്ക് വന്നിരുന്ന് നിസ്കരിക്കണില്ല, തലക്കു മുകളിൽ ഇബാദത്ത് ഉയരില്ല. കുടുംബ ബന്ധം മുറിച്ചവരെ, ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയവരെ നമ്മൾ വിചാരിക്കണം എന്നറിയോ, ഇങ്ങോട്ട് വരണോന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ അവിടെ ഒന്നും എനിക്ക് പ്രശ്നമില്ല. അത് ബന്ധം നിലനിർത്തലാണ്. ബന്ധം ആരെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ചേർക്കണം. ഇൽമിന്റെ സദസ്സിലെ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ കടന്നു വരുമ്പോ അവരെ അള്ളാഹു തടുക്കും. മലക്കുകളോട് ആ സദസ്സിൽ പോകണ്ട, ആ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവനുണ്ട് എന്നാണ്. ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗത്ത് പോലും കടക്കൂല എന്നാണ്. പിന്നെ അയാളെ കാണല്ലേ, ഇയാളുണ്ടാവല്ലേ. അങ്ങനത്തെ പ്രാർത്ഥനകൾ, തിന്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കരുത്. അസംഭവ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യരുത്. കരളിന്റെ കഷ്ണമായി കൊണ്ടുവന്ന പ്രിയപ്പെട്ട മകൻ, ആ മകനെ മരണത്തിന്റെ വക്കിൽ ഇങ്ങനെ കാത്തിരുന്ന് അവസാനം റൂഹ് വിട പറയുമ്പോ പടച്ചോനെ നീ റബ്ബാണെങ്കിൽ, നീ കഴിവുള്ളവനാണെങ്കിൽ എന്റെ മോനെ തിരിച്ചതാ എന്ന് പറയാൻ കാരണം ശുഹദാക്കളുടെ വിഷയത്തിൽ പോലും അല്ലാഹു തആല പഠിപ്പിച്ചത് സബഖ മിന്നി അൽ ഖൗൽ, എന്നിൽ നിന്ന് മുൻകടന്ന വാക്കാണ്. മരിച്ചുപോയ ഒരാളുടെയും ആത്മാവിനെ ഞാൻ തിരിച്ചു തരില്ല എന്നല്ലാഹു പറഞ്ഞ വാക്കാണ്. സംഭവിക്കില്ല. നമ്മൾ അള്ളാഹിനോട് പറയാ, തിരിച്ചതാ, എന്റെ ബാപ്പാനെ തിരിച്ചതാ, എന്റെ മോളെ തിരിച്ചതാ, എന്റെ ഉമ്മാനെ തിരിച്ചതാ എന്ന് പറയുന്ന ലോകത്തൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങള് അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കല്ലേ. ഉലമാക്കള് കുറെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ വിവാഹം കഴിക്കാനേ താല്പര്യമില്ല, ചെയ്യൂല. എന്നിട്ട് അള്ളാഹിനോട് പറയാം, എനിക്ക് സ്വാലിഹായ സന്താനത്തെ കൊണ്ട്. കച്ചവടം ചെയ്യണില്ല, എന്നിട്ട് പറയാം എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് കൊണ്ട്. സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് ദുആ ചെയ്യും. എന്തുകൊണ്ടാണ്? അത് അള്ളാഹിനെ പരിഹസിക്കലാണ്. അള്ളാഹിനെ പരിഹസിക്കലാണ്. അല്ലേ നല്ല ബുദ്ധിമുട്ടിങ്ങനെ വരുമ്പോ പടച്ചോനെ കൊണ്ടല്ല 10,000, ഇപ്പത്താ അല്ലാ നീ കഴിവുള്ളവനാണ്, ഈത്ത സ്വർണ്ണമഴ പെയ്യിക്കേ. ഞാൻ ഈ വാക്കുപയോഗിക്കും നിങ്ങൾ വിചാരിക്കുക എന്റെ വക പറയാൻ.
ചില പണ്ഡിതന്മാർ ഉദാഹരണം എഴുതിയതാണ്, സ്വർണ്ണമഴ പെയ്യിക്കാൻ വേണ്ടി ചോദിക്കുക. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ അത് അള്ളാഹിനെ കളിയാക്കലാണ്, അള്ളാഹിനെ പരിഹസിക്കലാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, ദൃഢബോധമില്ലാത്ത പ്രാർത്ഥനകൾ ചെയ്യാൻ പാടില്ല. ദൃഢബോധമില്ലാത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയുന്നുണ്ട്, പഠിച്ചോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ രോഗം മാറ്റിക്കൊണ്ട, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പൊറിച്ചുകൊണ്ട. അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടില്ല. ഇദാ ദഅ അഹദുക്കും ഫൽയഅസിമിൽ മസ്അല, ചോദിക്കുമ്പോ ദൃഢമായി അള്ളാഹിനോട് ചോദിച്ചോ. എന്നിട്ട് മുത്തുനബി പറയാണ്, അല്ലാഹുമ്മ അഗ്ഫിർലി ഇൻ ശിഅത, അങ്ങനെ പറയരുത്. നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൊറുത്തുകൊണ്ട. അല്ലാഹുമ്മ അർഹംനി ഇൻ ശിഅത, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കരുണ ചെയ്യ്. നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ട. അല്ലാഹുമ്മ അഅതിനി ഇൻ ശിഅത പറയാൻ പാടില്ല. കാരണം ഫഇന്നഹു ലാ മുസ്തക്രിഹ ലഹ, പടച്ചവനൊരു നിർബന്ധമില്ല. അവനുദ്ദേശിച്ചവന് എന്തായാലും കൊടുത്തോളണം എന്ന് അള്ളാഹ്ക്കൊരു നിർബന്ധമില്ല. പക്ഷെ അള്ളാഹിനോട് ദൃഢമായിട്ട് ചോദിക്കാം, അല്ലാഹുമ്മ അഗ്ഫിർലി, പടച്ചവൻ എനിക്ക് പുറത്തു തരണേ അല്ലാ, പടച്ചവൻ എനിക്ക് കരുണ തരണേ അല്ലാ, എന്റെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു തരണേ അല്ലാ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അല്ലാഹ് തരും, അല്ലാഹ് തരും. നമ്മള് അതിനപ്പുറത്ത് എന്ത് ചെയ്യരുത്, തന്നില്ലെങ്കിലോ എന്നുള്ളതല്ല, ആ ഒരു പ്രതീക്ഷയോടെ ദൃഢമായി അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് അള്ളാഹു അതെനിക്ക് ഖൈറാണെങ്കിൽ എനിക്ക് തരണേ, അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലാതെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തകാൻ അള്ളാഹ്ക്കറിയാലോ അത് ഖൈറാണോ ഷർറാണോ, പഠിച്ചുകൊണ്ട് നമുക്ക് ചേരുമെന്നുള്ളതാണ്. എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്രിമമായി പ്രാസമൊപ്പിച്ച് ചോദിക്കണ ചോദ്യങ്ങളൊന്നും വേണ്ട, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് ഹദീസുകളെ കാണാം. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു മഅഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസ്റൽ അബിയദ്, അള്ളാഹുവെ ഒരു വൈറ്റ് പാലസ്, വെള്ളക്കൊട്ടാരം എനിക്ക് തരണം, അതിന്റെ വലതും ഇടതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആ അബ്ദുല്ലാഹ് ഇബ്നു മഅഫൽ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, മുത്തനബി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഒരിക്കലും അതിര് കവിയരുത് എന്ന്. സ്വർഗത്തിന്റെ വിഷയങ്ങളാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കണല്ല, വനഈമഹാ, അതിന്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നല്ല. അങ്ങനെ പറഞ്ഞു, വബഹദതഹാ കദാ വകദാ, ഇന്നെങ്ങനെ പറയാണ്, സ്വർഗത്തിൽ അവിടെ കയറ്റണേ, ഈ അനുഗ്രഹങ്ങൾ തരണേ, അവിടുത്തെ വെള്ളം തരണേ, ഇവിടത്തെ പടം തരണേ, അങ്ങനെ വിശാലമായി കദാ വകദാ, സ്വർഗത്തിന്റെ ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. എന്നിട്ട് പറയുന്നു, അല്ലാഹുവേ കദാ വകദാ, നരകത്തിന്റെ ഇന്നതിൽ നിന്ന് ഇന്നതിൽ നിന്ന് ഇന്നതിൽ നിന്ന്, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ തആൽ, പൊന്നുമോനെ ഇവിടെ കടന്നു വാ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചത് എന്താണെന്നറിയോ, സയകൂനു ഖൗമു യഅതദൂന ഫി ദുആ, പ്രാർത്ഥനയിലൂടെ അതിര് കവിയുന്നൊരു വിഭാഗം കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ചോദിക്കേണ്ട എന്താണ്, സ്വർഗം തരണേ, അതിന്റെ അനുഭൂതികൾ തരണേ. ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പ് തന്നെ ചോദിക്കാൻ നമ്മളോട് പറഞ്ഞു, ആ രൂപത്തിൽ ചോദിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ദുആ സമ്മേളനങ്ങൾ, പ്രാർത്ഥനയ്ക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ നാട്ടിലൊക്കെ അങ്ങനെ കൊണ്ടുവരും. ഇന്ന ഷെയ്ഖ് നേതൃത്വം വഹിക്കുന്ന ദുആ സമ്മേളനം 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ദുആ സമ്മേളനം ഉണ്ടാവും. അദ്ദേഹം അറബിയിൽ ദുആ സ്റ്റാർട്ട് ചെയ്ത് മലയാളത്തിൽ പ്രാർത്ഥന ആരംഭിക്കും. ഈ സമയം ഇത്രയും ദൈർഘിപ്പിക്കാൻ വേണ്ടി എന്തപ്പോ ചോദിക്കുക അല്ലാഹുവിനോട്, ഈ ചോദിക്കുന്ന വിഷയങ്ങളിലൊക്കെ സ്വർഗം തരണേ എന്ന് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ തന്നെയാണ്. സ്വർഗത്തിലെ ഇന്ന മുന്തിരി തരണേ, ഇന്ന റൂട്ടിൽ കൂടെ എന്നെ കൊണ്ടുപോകണേ, ഇങ്ങനത്തെ റൂം എനിക്ക് തരണേ, ഇങ്ങനെ പറഞ്ഞ് അമിതമായിട്ട് അതിര് കടക്കുന്ന ഒരു സംഭവം ഉണ്ടാവരുതെന്ന് 2 ഹദീസുകളിലൂടെയാണ് ഈ വിഷയം പഠിപ്പിക്കപ്പെട്ടത്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലും അത് സ്വഹീഹായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വിഷയങ്ങളെ പ്രാർത്ഥനകൾക്ക് അതിര് കവിയാതെ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ശ്രദ്ധിച്ച് ബാക്കി എന്ത് നമ്മളുടെ മനസ്സിന്റെ വേദനകളൊക്കെ അള്ളാഹിനോട് പറയാം. എത്ര പറയുന്നുവോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടം. ഇന്നും പറയാം, നാളെയും പറയാം, മറ്റന്നാളും പറയാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, എനിക്കോ എന്റെ മനസ്സിന്റെ സങ്കടം ഒരാളോട് ഒരു ദിവസം പറഞ്ഞാൽ നമ്മളൊരു പക്ഷെ ഒരിക്കലേ കേട്ടുകൊടുക്കുള്ളൂ.
പിറ്റേ ദിവസം അത് പറഞ്ഞു, അടുത്ത ദിവസം അതെന്നെ പറഞ്ഞ പിന്നെ ആ മനുഷ്യനും മടുപ്പായിരിക്കും. അത് തന്നെയല്ലേ കേൾക്കാനുള്ളത് എന്നല്ലേ മനുഷ്യന്മാര് പറയാ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിനോട് നമ്മൾ പറ, അള്ളാഹു കണ്ട നാടിയേക്കാൾ അടുത്തുണ്ട്, അള്ളാഹു ചാല ഉച്ചരം നൽകും. ശ്രദ്ധിക്കേണ്ടത് അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. ഇനി അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, അള്ളാന്റെ കൂടെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാൻ പറ്റൂല. ഇതാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക്, സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹ് നിന്നോട് മാത്രം സഹായം തേടുന്നു. അള്ളാഹ് ആ പ്രാർത്ഥനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഖുൽ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലി വസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇന്ന് ഡിസംബർ 19 നാട്ടിലൊക്കെ ഒരു ക്രിസ്തുമസിന്റെ ആരവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു ഭൗതിക വിദ്യാലയങ്ങളിലും ഒക്കെ ക്ലബിൽ നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അവർക്കും അതുപോലെ വീട്ടിലൊരു സ്റ്റാർ തൂക്കാനും അതിന്റെ സെലിബ്രേഷനുകളിൽ പങ്കെടുക്കാനും ഒക്കെ ഒരു ആവേശം തോന്നുന്ന ഒരു സമയം. ഒരു വിശ്വാസ്യതയിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഈ ഭാഗം മുഴുവനായിട്ട് നമ്മളൊന്ന് കേൾക്കണം. നമുക്ക് ഒരു തോന്നലുകളാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളും മറ്റുമൊക്കെ. എല്ലാ കൊല്ലും അൽഹംദുലില്ലാഹ് നമ്മുടെ ക്രിസ്മസിന്റെ സമയത്ത് ഈ ഉത്ബോധനം നമ്മൾ പറയലുണ്ട്. എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യാനിയായ ഒരു സ്റ്റാഫ് അത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനത് കണ്ടു. നമ്മൾ ഇവിടുത്തെ ഖുത്ബ തന്നെയാണ്, പക്ഷെ വളരെ പോസിറ്റീവായിട്ടാണ് അവര് അതിനോട് സംസാരിച്ചത്. നമ്മൾ ആ വിഷയത്തെ മുഴുവനായിട്ട് സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കതിൽ ഖൈർ കിട്ടും. നമ്മൾ വിചാരിക്കണം അവര് ഞങ്ങളെ പറ്റി എന്താ വിചാരിക്കുക. ഇസ്ലാമിൽ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കൽ. സത്യത്തില് ഇസ്ലാമിൽ എവിടെയും മതസൗഹാർദ്ദം ഇല്ല. കാരണം നടക്കണ കാര്യമല്ല. ആ മതത്തിന്റെ ആചാരം നമ്മൾ ചെയ്യുക, നമ്മളുടെ ആചാരം അവരും ചെയ്യും, നടക്കില്ല. പക്ഷെ ഇസ്ലാം നമ്മളോട് പറഞ്ഞു മനുഷ്യ സൗഹാർദ്ദം. ആള് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ആള് മനുഷ്യനാണോ, ആ മനുഷ്യനോട് നമുക്ക് സൗഹാർദ്ദം വേണം. മറ്റു ലക്കും ദീനക്കും വലിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. എന്താണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ, ചങ്ങരംകുളത്ത് പോലും ഒരു മുസ്ലിം പള്ളിയുടെ ലേബിളിൽ കേക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന ഞാൻ മിമ്പറിന്റെ ബോധ്യത്തിലാണ് പറയുന്നത്. അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കണം അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗവാക്കായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകാൻ. എന്താണ് ഈ ആഘോഷം? ആദ്യം നമ്മളത് മനസ്സിലാക്കണ്ടേ. ക്രിസ്തുമസ് പറഞ്ഞാൽ അള്ളാഹ്ക്കൊരു പുത്രനുണ്ടെന്നും ആ പുത്രന്റെ ജന്മദിനം ആഘോഷിക്കലാണ്. ഇസ്ലാമിൽ നമ്മളോട് സൂറത്ത് ഇഖ്ലാസ് എന്നൊരു സൂറത്തില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? ഇഖ്ലാസ് എന്ന ആത്മാർത്ഥ നിഷ്കളങ്കമായ ഏകദൈവാരാധനയെ പ്രതിനിധാനം ചെയ്യുന്ന സൂറത്തിൽ അള്ളാഹ് പറഞ്ഞത് ലം യലിദ് വലം യൂലദ്. അവന് ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടവനല്ല. അള്ളാഹ്ക്ക് മാതാപിതാക്കളില്ല, മക്കളില്ല. ഇനി അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്നതിന്റെ ഗൗരവം അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറയാം. വഖാലു ഇത്തഖദ റഹ്മാനു വലദ 19 അധ്യായം 89 മുതൽ 91 വരെയുള്ള ആയത്താൽ അവര് പറഞ്ഞു അള്ളാഹു മക്കളെ സ്വീകരിച്ചു എന്നവർ പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദ, വളരെ മ്ലേച്ഛമായ വമ്പിച്ച ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. തകാദു സമാവാതു യതഫത്തർന മിൻ, ആകാശം ആ ഒരു വാക്ക് കാരണം പൊട്ടിപ്പിളരാറായിരിക്കുന്നു. വതൻഷഖുൽ, ഭൂമി വിണ്ടുകീറാറായിരിക്കുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട്. ആ ഒരു വാക്ക് കാരണം എന്താണ് അവധം? അൻദഉലി റഹ്മാനി വലദ, അല്ലാഹ്ക്ക് പുത്രനുണ്ട് എന്നവർ വാദിച്ചത് കാരണത്താൽ ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുമാറ് ഗൗരവമുള്ളൊരു വാദമാണ് അല്ലാഹ്ക്ക് പുത്രനുണ്ട് എന്ന് വാദിക്കുന്നത് എന്ന് അള്ളാന്റെ ഖുർആൻ. അല്ലാഹു സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അല്ലാഹ്ക്ക് മക്കളില്ല. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അല്ലാഹ്ക്ക് മോനുണ്ട്, ആ മോന്റെ ജന്മദിനം നമ്മുടെ ആൾക്കാർ പോയിട്ട് അതിനെ ആഘോഷിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അഹ്കാമു അഹ്ലി ദിമ്മ എന്ന് പറയുന്ന കിതാബിൽ കാണാം, അമ്മാ തഹ്നിഅതു ബി അഖ്യാദിൽ കുഫാർ
ബിഈദ് ക്രിസ്മസ് ഔ ഗൈരിഹാ ഹറാമുൻ ബിൽ ഇത്തിഫാഖ്. ക്രിസ്മസ് ആഘോഷിക്കാന്നല്ല, അതിന് ആശംസ പറയുന്നത് പോലും മുസ്ലിം ഉമ്മത്തിന്റെ അടുക്കൽ ഐക്യകണ്ഠേന ഹറാം. എന്തുകൊണ്ടാ ഐക്യകണ്ഠേന ഹറാം? ഒരാൾ പറയാ അള്ളാഹ്ക്ക് പുത്രന്റെ ജന്മദിനം, നമ്മൾ പറയാ ആ ജന്മദിനത്തിന് ഞാൻ എന്റെ ആശംസ അർപ്പിക്കുന്നു. ഇതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണ്ടേ? നമ്മളത് പറയാൻ പാടില്ല. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ഏതൊരു സമുദായത്തോട് സാദൃശ്യനായോ അവൻ അവരിൽപ്പെട്ടവനാണ്. നമ്മളത് പറയാൻ പാടില്ല. എന്നാ അതിന്റെ പേരിൽ മറ്റു ബന്ധങ്ങൾ പാടില്ല എന്നാണോ? അല്ല. നമ്മളോട് ഇടപഴകി ജീവിക്കുന്ന മുസ്ലിങ്ങളോട് എല്ലാ മര്യാദയും നമ്മൾ പാലിക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് അവര് പുറത്താക്കണില്ലെങ്കിൽ, അവരെ വീട്ടിൽ നിന്നും കൂടിയല്ല, നമ്മളെ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കണില്ലെങ്കിൽ, നമുക്ക് ആരാധന ചെയ്യാൻ അവർ തടസ്സം സൃഷ്ടിക്കണില്ലെങ്കിൽ അൻതബറൂഹും വതുഖ്സിതു ഇലൈഹി, അവരോട് നീതി കാണിക്കണം, അവരോട് നന്മ പ്രവർത്തിക്കണം. ഈ ആയത്തിനെ വെച്ചുകൊണ്ടാണ് പണ്ഡിത ലോകം ഉളുഹിയത്തിന്റെ മാംസം വരെ മുസ്ലിം വീടുകൾ കൊടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മളുമായി ഇടപഴകി ജീവിക്കുന്നവരുടെ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞേ. നമ്മൾ തഖ്വ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്ത് ആക്സിഡന്റ് പറ്റി രക്തം വാർന്ന് കിടക്കണമെങ്കിൽ എന്റെ ജമാഅത്ത് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ ഇവനെ എടുക്കാൻ നിൽക്കണില്ല എന്നല്ല തീരുമാനിക്കണ്ടേ. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അഥവാ നിങ്ങൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ എത്തിയില്ലെങ്കിൽ അവിടെ ജംഇന് പോലും അനുവാദം നിന്ന് അല്ലാന്റെ തീൻ. എല്ലാ സൗഹാർദ്ദങ്ങളും നമുക്കാവാം, പക്ഷെ ആചാരാനുഷ്ഠാനങ്ങളില്ല. ക്രൈസ്തവ സമുദായത്തിന് വീഞ്ഞ് ഹലാലല്ലേ? അവര് മദ്യം വിളമ്പുമ്പോൾ നമ്മൾ പോയിട്ട് ആ സൗഹാർദ്ദത്തിന്റെ പേരിൽ കുടിക്കില്ല, നമുക്ക് നിഷിദ്ധമാക്കിയതാണ്. അവർക്ക് പന്നിമാംസം അനുവദനീയമാണെങ്കിൽ ആ പന്നിമാംസം ഞാൻ കഴിക്കണില്ല, അത് നമ്മൾ നിലപാടെടുക്കുന്നവരല്ലേ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ക്രിസ്മസിന് ഞാനില്ല. എന്നാൽ എന്റെ അയൽവാസിയാണ്. എല്ലാ നമ്മൾ സാധാരണ ഭക്ഷണം കൊണ്ട് കൈമാറുന്നതിനോ കഴിക്കുന്നതിനോ ഇടപാടുകൾ നടത്തുന്നതിനോ ഒന്നിനും ഇസ്ലാം എതിരല്ല. അള്ളാന്റെ ഹബീബ് ഇവിടെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ പടയെങ്കി ജൂതന്റെ കയ്യിൽ പണയച്ചിലായിരുന്നു. അവരും അള്ളാന്റെ പുത്രവാദമൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാരെന്നല്ലേ. പക്ഷെ എന്താ നമ്മൾ മനസ്സിലാക്കുക, മറ്റിടപാടുകളൊക്കെ ആവും. പക്ഷെ ദീന് അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മളുടെ. പിന്നെ നമുക്കുള്ള ബലക്കുറവാണ്. ഞാൻ ഇതിനെതിരാവോ? ഞാൻ ചോദിക്കട്ടെ, മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വേണ്ടി വസ്ത്രം അണിഞ്ഞിട്ടുള്ള ഒരു ഹൈന്ദവൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുള്ള ചായ കൊടുക്കുമ്പോഴേക്കും മാപ്പിളാരുടെ വീട്ടിൽ ചായ വേണ്ട പറഞ്ഞാൽ നീ മതസൗഹാർദ്ദം അവർ നമ്മൾ പറയും, നമ്മൾ മാനിക്കും. എന്തുകൊണ്ടാണ്? അയാളുടെ വിശ്വാസമാണ്. അങ്ങനെ ആൾ പോട്ടെ എന്നല്ലേ. ഈ ആഘോഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് അവരുടെ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ വീട്ടിലെ ചിക്കൻ ബിരിയാണി നിങ്ങൾ കഴിക്കാൻ പറയും, ഞങ്ങൾക്ക് ചിക്കന് വ്രതമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വകവെച്ചു കൊടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആചാരങ്ങൾ അവിടെ വകവെച്ചു കൊടുത്ത്, അനുഷ്ഠാനങ്ങൾ അവിടെ വകവെച്ചു കൊടുത്ത്, അതിൽ ഒരിക്കലും ഒരു മിംഗ്ലിംഗ് സംഭവിക്കാതെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഇസ്ലാമിന്റെ കേന്ദ്രമാകുന്ന പള്ളിന്നല്ല ക്രിസ്മസിന് ആഹ്വാനം ചെയ്യാനും സൗഹാർദ്ദം. അത് സൗഹാർദ്ദമല്ല, ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ ഏൽക്കുന്ന പുഴുക്കുച്ചാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു സാമ്പത്തികമായ കളക്ഷന് വേണ്ടി നമ്മുടെ അടുക്കൽ താനൂര് കടപ്പുറം ഭാഗത്തുനിന്ന് സഹോദരന്മാരെ സമീപിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരു ദിവസത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അവരൊരു പള്ളി താൽക്കാലികമായി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്. അവിടെ തീരെ അടിത്തറയില്ലാത്ത അവിടെ പ്രഭാഷണവും പ്രസംഗവും അതിന്റെ പേരിൽ വേദി കയ്യേറപ്പെടുന്ന സാഹചര്യങ്ങൾ എനിക്ക് പോലും അവിടെ ഉണ്ടായി. പിന്നീട് അതിന്റെ ശേഷമാണ് അൽഹംദുലില്ലാഹ് ദീന് തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടുകയും ഇപ്പൊ അൽഹംദുലില്ലാഹ് അവിടെ ഒരു പള്ളി വരെ, ആ പള്ളിയെ കൂട്ടിക്കുന്ന രൂപത്തിലൂടെയുള്ള ശ്രമങ്ങൾ നടന്നു. നമുക്കറിയാം, മീൻ പിടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ, അവരെ കൊണ്ട് കോർട്ടിൽ പോയി കേസ് നടത്തിയിട്ട് മുന്നോട്ട് പോകാനൊന്നും ഒരു പക്ഷെ വളരെ പ്രയാസമുള്ളതാണ്. അവിടുത്തെ കൗൺസിലർ അടക്കം അവിടെ വന്നിരുന്നു. അവർ അൽഹംദുലില്ലാഹ് അതിന് ഭംഗിയായ രൂപത്തിൽ നടത്തി. വീണ്ടും അവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പൊ അതിന്റെ പണികളെ തീർക്കാനും അവരുടെ വിഷമങ്ങളെ അവർക്ക് ദൂരീകരിക്കാനും വളരെ പ്രയാസത്തിലാണ് പള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പ്രയാസത്തിലുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി എന്നുള്ള ഒരു നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി നമ്മൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പലവിധ പ്രയാസങ്ങളിൽ ഈ പള്ളിയിലൂടെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. വലിയ രോഗത്തിന്റെ പ്രയാസങ്ങളെ കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. സാമ്പത്തികമായ വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ പള്ളിയിലുണ്ട്. രോഗത്തിന്റെ അവസ്ഥകളിലുണ്ട്. മക്കളെ ഹിദായത്തിൽ കിട്ടാത്തതിന് നൊമ്പരം അനുഭവിക്കുന്നവരുണ്ട്.
എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.